വരാൻ പോകുന്ന UDF ഭരണത്തിൽ ലീഗിന് മേൽക്കൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ലീഗ് ആയിരിക്കുമോ? അതിന് സംശയം എന്താണ്? അത് മനസ്സിലാക്കാൻ പടികേറി പോകേണ്ട കാര്യമില്ല. ലീഗിനായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകും. ഒരു രണ്ടാമത്തെ ഏറ്റവും പ്രബല കക്ഷി അവരാണ്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് അവർ മന്ത്രിസഭയെ തീരുമാനിക്കും, വകുപ്പ് തീരുമാനിക്കും, വകുപ്പ് എടുക്കും. അതൊരു സ്റ്റൈലും പ്രവർത്തന രീതിയും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നൊരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം നടത്തിയെടുക്കാനുള്ള ശേഷിയും അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിപ്പാട് MLA ചെന്നിത്തല, അദ്ദേഹം വളരെ ആഗ്രഹത്തിലും പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും കപ്പലും ചുണ്ടിനും ഇടയിൽ വെച്ച് തട്ടിപ്പോയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടും. സീനിയറായതുകൊണ്ടും പ്രവർത്തന പാരമ്പര്യവും ഭരണപരിചയമുള്ള ഒരാളെന്നതിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് നിരാശയുണ്ട്. അദ്ദേഹം ഈ ഭരണത്തിൽ പങ്കുചേരുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു TV കണ്ടു. എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു. എന്തുമാകട്ടെ, ഇവരെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ ഭരണപക്ഷത്തിൽപ്പെട്ട എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും വിജയിച്ചു. ചെറിയ വിജയമല്ല, വൻപൻ വിജയം നേടി. അത് നമ്മളെല്ലാം കണ്ടു. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം. ഇപ്പത്തിനെ കണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചിത്തൻ തോറ്റുപോകുന്ന സ്വപ്നത്തിലാരും വിചാരിച്ചതല്ല. ചിത്തൻ തന്നെ എത്രയോ ദയനീയമായിട്ടാണ് തോറ്റത്. അങ്ങനെ കേരളത്തിൽ വലിയൊരു സുനാമി തന്നെ വന്നു. ആ സുനാമിയിൽപ്പെട്ട് പ്രതിപക്ഷം LDF തകരുകയും UDF അതിഗംഭീരമായി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നേരി. സാധാരണ MLA-മാരുടെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ വരാറുള്ളത്. ഇവിടെ MLA-മാരുടെ ഭൂരിപക്ഷം KC വേണുഗോപാലിനായിരുന്നു. അതിന് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അവർ അഭിപ്രായം പറയുന്നു. അതിനുശേഷമാണ് ഒരു മാർച്ച് ചിന്തിക്കുന്നതിലേക്ക് ഒരു ACC പോകുന്നത്. അപ്പോൾ ലീഗിന്റെ സമ്മർദ്ദമാണോ അവിടെ? അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. അത് എൻ്റെ വായെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ജനങ്ങൾക്കും അറിയാം. ജനങ്ങളെല്ലാം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ്. ആരുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചെന്നോ ചിലതിനെ ഉൾക്കൊള്ളാൻ ചില നിയമങ്ങൾ, ചിലരെല്ലാം ഉൾപ്പെടാതിരിക്കാനുള്ള നിയമങ്ങൾ, ഇതെല്ലാം തീരുമാനിക്കാൻ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് നമ്മളാരുമല്ല. നമുക്ക് അഭിപ്രായങ്ങൾ പലരും പറയാം. AICC നിന്ന് വന്ന നിർദ്ദേശം അനുസരിച്ച് അവർ കോൺഗ്രസ്സുകാരൊരാൾ നിശ്ചയിച്ചു. അത് നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അതനുസരിക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ ഒരു അധികാരവുമില്ല, നമുക്ക് അവകാശവുമില്ല. ഈ KC പക്ഷത്തെയും ഒപ്പം രമേശ് ചെന്നിത്തല പക്ഷത്തെയും ആളുകൾ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ VD സതീശിന് വേണ്ടി വലിയൊരു മുറവിളി ഉണ്ടായി. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അക്കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതിന് പിന്നിൽ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മീഡിയ കേൾക്കുമ്പോൾ ഞാൻ എല്ലാ മീഡിയയിലും കാണുന്നതെല്ലാം ഞാൻ നോക്കാൻ മിക്കവാറുള്ളത്. അപ്പോൾ അതിലെല്ലാം വരുന്ന ഓരോന്ന് കമൻറ്റ് വരുമ്പോൾ അത് ആദ്യം പറഞ്ഞിരുന്ന അല്പം വ്യത്യസ്തമായിട്ട് ചില ട്വിസ്റ്റ് ചെയ്ത് വരുന്ന കാണാം. ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെപ്പോലും കയറ്റി ചടിക്കും. എനിക്കിതുമായിട്ട് എൻ്റെ ബന്ധം ഒരു ബന്ധമില്ലാത്തതല്ല. ഞാൻ കാരണമാണ് ഇതെല്ലാം തോറ്റുപോയെന്ന് പറയും. ഇത് ഞാൻ കാരണം തോക്കാനും ജയിക്കാനും എന്താ കാര്യം? ഞാൻ കാരണമാണ് തോറ്റുപോയെന്നും ജയിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ പറയാത്തത് ഇതിനകത്ത് നിന്ന് ചില മാന്യന്മാർ അനൗൺസ് ചെയ്ത് വിട്ട് ഇതൊക്കെയുള്ള ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ആരാണ്? മീഡിയകളാണ്. അവരാണ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് വെട്ടിക്കൊടുത്തുകൊണ്ട് ആശയങ്ങളിലൂടെ അതിന് ആളുകളിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാം ഈ നേരെ പറയുക എന്നുള്ളതല്ലാതെ അതെല്ലാം ഒളിച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തെ നിന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയേണ്ട കാര്യമില്ല. ഞാൻ അവരിൽപ്പെട്ടവരാരുമല്ല. പറയേണ്ട അവരുടെ കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ പറയട്ടെ. എനിക്കിത് പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ ഞാൻ ഇടതുപക്ഷം ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവനല്ലേ? പിണറായി തുടർന്ന് ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞവനല്ലേ? എൻ്റെ ആഗ്രഹം നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. നടന്നില്ല.
അത് നടക്കാതെ പോയതിൻ്റെ പാർട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കട്ടെ, പരിശീലിക്കട്ടെ. ഈ ഘടകകക്ഷികളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായതാണ് ഒരാളെ മാത്രം മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള സമ്മർദ്ദം. സാധാരണഗതിയിൽ അതങ്ങനെ കീഴ്വഴക്കം കോൺഗ്രസ് ഇല്ലാത്തതാണ്. കാണുമായിരിക്കാം. ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടെന്ന് നേരത്തെ തൊട്ട് പറയാറുണ്ട്. ഇപ്പോൾ തന്നെ മിസ്റ്റർ സുകുമാരൻ നായർ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ നായർ സാറ് അദ്ദേഹം പറയുന്ന എല്ലാ തരത്തിനോടും യോജിക്കാൻ എനിക്ക് തയ്യാറല്ല, എനിക്ക് യോജിപ്പില്ല. എന്നാലും അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു അനവസരത്തിലാണത് പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. തീർച്ചയായും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അനവസരത്തിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വരാൻ പോകുന്ന UDF ഭരണത്തിൽ ലീഗിന് മേൽക്കൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ലീഗ് ആയിരിക്കുമോ? അതിന് സംശയം എന്താണ്? അത് മനസ്സിലാക്കാൻ പടിവരെ പോകേണ്ട കാര്യമില്ല. ലീഗിനായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകും. ഒരു രണ്ടാമത്തെ ഏറ്റവും പ്രബല കക്ഷി അവരാണ്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് അവർ മന്ത്രിസഭയെ തീരുമാനിക്കും, വകുപ്പ് തീരുമാനിക്കും, വകുപ്പ് എടുക്കും. അതൊരു സ്റ്റൈലും പ്രവർത്തന രീതിയും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നൊരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം നടത്തിയെടുക്കാനുള്ള ശേഷിയും അവർക്കുണ്ട്.